നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. ഗാർഹിക LPG ഉപയോക്താക്കളെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ വീടുകളിൽ ഇന്ത്യൻ്റെയോ HPയുടെയോ അല്ലെങ്കിൽ ഭാരതിൻ്റെയോ ഗ്യാസ് സിലിണ്ടറുകളാവും ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കണം. അതായത് ഗ്യാസ് ബുക്കിംഗ് സംബന്ധിച്ച് ഒരുപാട് വിവിധ അറിയിപ്പുകൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വാട്സപ്പ് വഴി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ. എന്നാൽ ഇത് വാട്സപ്പ് വഴി ബുക്ക് ചെയ്തു എങ്കിൽ പോലും ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് 45 ദിവസത്തെ സമയക്രമീകരണം ബാധകമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നഗരപ്രദേശങ്ങളിലുള്ളവർക്ക് 25 ദിവസത്തെ സമയക്രമീകരണവും, അതായത് അവസാനമായിട്ട് ഗ്യാസ് സിലിണ്ടർ എടുത്ത തീയതി മുതൽ 45 ദിവസം പിന്നിടണം ഗ്രാമപ്രദേശങ്ങളിലുള്ളവർക്ക് ഇനി അടുത്ത സിലിണ്ടർ ലഭിക്കാൻ. ഇനി നഗരപ്രദേശങ്ങളിലാണെങ്കിൽ നിലവിൽ ഗ്യാസ് സിലിണ്ടർ അവസാനം എടുത്ത തീയതി മുതൽ 25 ദിവസങ്ങൾ കഴിഞ്ഞ ശേഷമേ അടുത്ത സിലിണ്ടറിന് വേണ്ടി ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ ബുക്ക് ചെയ്തു, അതായത് ഓൺലൈൻ വഴി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനം വഴി ബുക്ക് ചെയ്തു, പക്ഷേ വിതരണക്കാരൻ നമ്മളുടെ വീടുകളിലേക്ക് ഇത് എത്തിക്കുന്ന സമയത്ത്, വെരിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെലിവറി ചെയ്യാൻ സാധിക്കില്ല എന്നൊരു അറിയിപ്പായിരിക്കും ഇവരുടെ സിസ്റ്റത്തിൽ കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഗ്യാസ് സിലിണ്ടർ നമുക്ക് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ നിശ്ചിത സമയം കഴിഞ്ഞ ശേഷം മാത്രം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. അവസാനം ബുക്ക് ചെയ്ത തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതായത് ഗ്യാസ് റീഫില്ല് എടുത്ത തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് മാത്രമല്ല, ഏജൻസിയിൽ നേരിട്ടെത്തിപ്പോയി ഗ്യാസ് സിലിണ്ടർ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ പോലും ഈ സമയക്രമീകരണം 45-25 സമയക്രമീകരണം ബാധകമാണ്. ഇനി വാട്സപ്പ് വഴി ബുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധി അറിയിപ്പുകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. വാട്സപ്പ് വഴിയും ബുക്ക് ചെയ്യാം, അല്ലാതെ നമുക്ക് മുൻപ് നൽകിയിട്ടുള്ള ടോൾ ഫ്രീ നമ്പർ വഴിയും ബുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ രീതി ബാധകമാണ്, അതായത് 45-25 തീയതി നമുക്ക് ബാധകമാണ്. അതുകൊണ്ട് തന്നെ മെനക്കെട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അതായത് നമുക്ക് ആ ടോൾ ഫ്രീ നമ്പർ ഉപയോഗിച്ച് തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനി ഇതേ സാഹചര്യത്തിൽ ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് സബ്സിഡി നിർത്തലാക്കിയിട്ടില്ല. 300 രൂപ വീതമുള്ള സബ്സിഡി അവർക്ക് ഒരു വർഷത്തിൽ 9 സിലിണ്ടറുകൾക്ക് വരെ ലഭിക്കുന്നതായിരിക്കും. ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ഉള്ളവരും അതോടൊപ്പം തന്നെ നോർമൽ ഗ്യാസ് കണക്ഷൻ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഗാർഹിക ഉപയോക്താക്കളും ഇലക്ട്രോണിക് KYC പൂർത്തിയാക്കേണ്ടതാണ്. മുൻപൊരിക്കൽ ചെയ്തവരാണെങ്കിൽ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്ത എല്ലാവരും തന്നെ ഇത് പൂർത്തിയാക്കണം. ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ട ബുക്ക്, അതോടൊപ്പം തന്നെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ, ഇവയുമൊക്കെ ആയിട്ട് ഇത് ഏജൻസിയിൽ എത്തിച്ചേർന്നോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴിയോ ഇത് പൂർത്തിയാക്കാൻ സാധിക്കുന്നതായിരിക്കും. സ്മാർട്ട് ഫോൺ വഴി ഇത് പൂർത്തീകരിക്കണമെങ്കിൽ നമ്മളുടെ പാചകവാതക വിതരണ കമ്പനിയുടെ മൊബൈൽ ആപ്ലിക്കേഷനും ആധാർ ഫേസ് RD എന്ന് പറയുന്ന ആപ്ലിക്കേഷനും ഫോണിൽ ഉണ്ടാവണം. ഇനി ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ബന്ധപ്പെട്ട വിതരണ കമ്പനികൾ തന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. അത്തരം വീഡിയോകൾ കൂടി കണ്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം ഇത് ചെയ്യുക. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട ഏജൻസിയിൽ എത്തിച്ചേർന്ന് നമുക്കിത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. നിലവിലുള്ള നിയമങ്ങളിൽ ഇപ്പോൾ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ വിതരണ സമയക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും തന്നെ ബാധകമായിരിക്കും. ഗ്യാസ് കണക്ഷനുള്ള എല്ലാവരും ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇനി ഗ്യാസ് കണക്ഷൻ്റെ ഉടമ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓണർഷിപ്പ് ചേഞ്ചിങ് ആദ്യം ചെയ്യുക. ആ ചേഞ്ച് വരുത്തിയ ശേഷം പുതിയ ഉടമ ഈ KYC പൂർത്തീകരിക്കേണ്ടതുമാണ്. ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചേർക്കുന്നതും നമ്മളുടെ ഗ്യാസ് കണക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആക്റ്റീവ് അല്ല എങ്കിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.